തമിഴ്നാട് രാഷ്ട്രീയം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലൂടെയാണ് കടന്നുപോകുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അതികായന്മാർ പതിറ്റാണ്ടുകളായി അടക്കി ഭരിച്ചിരുന്ന തമിഴ് മണ്ണിൽ സിനിമാ ലോകത്ത് നിന്ന് ജനനായകനായി മാറിയ ദളപതി വിജയ് അധികാരത്തിൻ്റെ ചെങ്കോൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം എന്ന തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഉജ്ജ്വല വിജയം കേവലം ഒരു താരപ്രഭയുടെ മാത്രം ഫലമല്ല. കൃത്യമായ ആസൂത്രണത്തിൻ്റെയും അടിത്തട്ടിലുള്ള സംഘാടനത്തിൻ്റെയും ഫലമാണ് ഈ മുന്നേറ്റം. ഈ ചരിത്ര വിജയത്തിന് ശേഷം ഏവരും ഉറ്റുനോക്കിയിരുന്നത് വിജയുടെ മന്ത്രിസഭയിലേക്കാണ്. പരമ്പരാഗത രാഷ്ട്രീയക്കാരെ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു പഴയ ശൈലിയായിരിക്കുമോ, അതോ പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന പ്രൊഫഷണലുകളുടെ ഒരു നിരയായിരിക്കുമോ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന് കയറുന്നത് എന്ന ആകാംക്ഷയിലായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. ഒടുവിൽ മന്ത്രിസഭാ ചിത്രം വ്യക്തമാകുമ്പോൾ അങ്ങേയറ്റം വൈവിധ്യമാർന്ന എന്നാൽ കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു കൂട്ടം ആളുകളെയാണ് വിജയ് തനിക്കൊപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. വിശ്വസ്തരും തന്ത്രജ്ഞരും മുൻ ഉദ്യോഗസ്ഥരും ഡിജിറ്റൽ യുഗത്തിലെ താരങ്ങളുമടങ്ങുന്ന ഈ പുതിയ അധികാര കേന്ദ്രങ്ങളെ നമുക്കൊന്ന് അടുത്തറിയാം. വിജയുടെ രാഷ്ട്രീയ യാത്രയിൽ അദ്ദേഹത്തിന്റെ നിഴൽ പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എൻ ആനന്ദ് അഥവാ ബുസി ആനന്ദ്. മന്ത്രിസഭയിലെയും പാർട്ടിയിലെയും രണ്ടാമത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം ഇദ്ദേഹമാണ്. കേവലം ഒരു സിനിമ ഫാൻസ് അസോസിയേഷൻ എന്ന നിലയിൽ നിന്ന് വിജയ് മക്കൾ ഇയക്കത്തെ ഒരു സുസജ്ജമായ കേഡർ പാർട്ടിയാക്കി മാറ്റുന്നതിൽ ബുസി ആനന്ദ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. പുതുച്ചേരിയിലെ മുൻ MLA കൂടിയായ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള പ്രായോഗിക ജ്ഞാനം വളരെ വലുതാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ TVKയുടെ സംഘടനാപരമായ ചട്ടക്കൂട് നിർമ്മിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിജയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയും പാർട്ടിയുടെ നയരൂപീകരണങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ആനന്ദ് ഈ പുതിയ സർക്കാരിൻ്റെ ഭരണപരമായ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കും. ആനന്ദിനൊപ്പം തന്നെ ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മറ്റൊരു അതികായനാണ് ആദവ് അർജുന. TVKയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 2026 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയഗാഥ രചിച്ച പ്രധാന ശില്പികളിൽ ഒരാളാണ് അദ്ദേഹം. മുൻ VCK നേതാവും പ്രഗത്ഭനായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുമായ ആദവ് തികച്ചും ശാസ്ത്രീയമായ രീതിയിലാണ് TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ നയിച്ചത്. ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ മകളുടെ ഭർത്താവ് കൂടിയായ അദ്ദേഹത്തിന് സാമ്പത്തിക സ്രോതസ്സുകളെ എങ്ങനെ ഫലപ്രദമായി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാമെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. താഴെത്തട്ടിലുള്ള ബൂത്ത് മാനേജ്മെന്റ് മുതൽ സംസ്ഥാന തലത്തിലുള്ള വലിയ റാലികൾ വരെ ആസൂത്രണം ചെയ്ത ആദവ് അർജുനയുടെ സാന്നിധ്യം മന്ത്രിസഭയ്ക്ക് പകരുന്ന തന്ത്രപരമായ കരുത്ത് വളരെ വലുതാണ്. ഒരു കാലത്ത് പൊതുയോഗങ്ങളിലൂടെയും പോസ്റ്ററുകളിലൂടെയുമാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ തീരുമാനിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നത് സ്മാർട്ട് ഫോണുകളുടെ സ്ക്രീനുകളിലേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റത്തെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിയവരാണ് TVK. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്മോഹൻ്റെ മന്ത്രിസഭാ പ്രവേശനം. സാമൂഹിക വിഷയങ്ങളെ അങ്ങേയറ്റം ആകർഷകമായി അവതരിപ്പിക്കുന്ന ടെലിവിഷൻ, യൂട്യൂബ് പരിപാടികളിലൂടെ ജനലക്ഷങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തിയാണ് രാജ്മോഹൻ. പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങളിൽ താല്പര്യമില്ലാത്ത ജെൻസി, മിലേനിയൽ വോട്ടർമാരെ പാർട്ടിയുമായി അടുപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി വലിയ ഘടകമായി മാറുകയായിരുന്നു. യുവജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ ഭാഷയും അറിയാവുന്ന രാജ്മോഹൻ സർക്കാരിൻ്റെ യുവജന നയങ്ങളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. ഇതേ ഡിജിറ്റൽ തന്ത്രങ്ങളുടെ മറ്റൊരു മുഖമാണ് CTR നിർമ്മൽകുമാർ. TVKയുടെ ഡിജിറ്റൽ വിഭാഗം തലവനും വിജയുടെ വലം കൈയുമായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഏറെ കൗതുകകരമാണ്. മുൻപ് BJPയുടെ IT വിങ്ങിലും പിന്നീട് AIADMKയുടെ സോഷ്യൽ മീഡിയ ടീമിലും പ്രവർത്തിച്ച് പരിചയമുള്ള നിർമ്മൽകുമാർ ആധുനിക രാഷ്ട്രീയത്തിലെ വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച വ്യക്തിയാണ്. എതിരാളികളുടെ ഡിജിറ്റൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും സർക്കാരിൻ്റെ നേട്ടങ്ങൾ അതിവേഗം ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സൈബർ സൈന്യത്തെ വാർത്തെടുക്കുന്നതിൽ നിർമ്മൽകുമാറിൻ്റെ പരിചയ സമ്പത്ത് സർക്കാരിന് വലിയ മുതൽക്കൂട്ടാകും. രാഷ്ട്രീയ എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി കണ്ട് ഡിജിറ്റൽ ഇടങ്ങളിൽ മേൽക്കൈ നേടാൻ ഈ നിയമനം സർക്കാരിനെ സഹായിക്കും. പുതിയതായി രൂപീകരിക്കപ്പെടുന്ന ഒരു സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഭരണപരമായ പരിചയക്കുറവാണ്. ഈ കുറവ് നികത്താനാണ് KG അരുൺരാജിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ വിജയ് ഒപ്പം കൂട്ടിയിരിക്കുന്നത്. മെഡിക്കൽ ഡോക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് പിന്നീട് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി ഇന്ത്യൻ റവന്യൂ സർവീസിൽ പ്രവേശിച്ച വ്യക്തിയാണ് അരുൺരാജ്. തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തതിലൂടെ രാജ്യത്തെ ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സൂക്ഷ്മമായ അറിവുണ്ട്.
സർവീസിൽ നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്താണ് അദ്ദേഹം TVKയിൽ ചേർന്നത്. അഴിമതി രഹിതമായ സുതാര്യമായ ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിലും സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിലും അരുൺ രാജിന്റെ ബ്യൂറോക്രാറ്റിക് ബുദ്ധി സർക്കാരിന് വഴികാട്ടിയാകും. പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച P. വെങ്കിട്ടരമണനും മന്ത്രിസഭയിലെ സുപ്രധാന സാന്നിധ്യമാണ്. കൊമേഴ്സിലും നിയമത്തിലും ഉന്നത ബിരുദമുള്ള അദ്ദേഹം TVKയുടെ ട്രഷറർ എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പാർട്ടിയുടെ മണ്ഡലം തിരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വിഭവ സമാഹരണവും അതിന്റെ ഏകോപനവും നടത്തിയത് അദ്ദേഹമാണ്. കേവലം പണമിടപാടുകൾക്കപ്പുറം നിയമപരമായ സങ്കീർണതകൾ ഒഴിവാക്കി പാർട്ടിയെയും സർക്കാരിനെയും സുരക്ഷിതമായി മുന്നോട്ട് നയിക്കാൻ നിയമ പശ്ചാത്തലമുള്ള വെങ്കിട്ടരമണന് സാധിക്കും. സാമ്പത്തിക അച്ചടക്കവും നിയമപരമായ സുതാര്യതയും ഉറപ്പുവരുത്തേണ്ടത് ഏത് നവജാത സർക്കാരിൻ്റെയും ആവശ്യമാണ്. യുവാക്കൾക്കും പുതിയ ആശയങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോഴും നിയമസഭയ്ക്കുള്ളിലെ നടപടിക്രമങ്ങളെക്കുറിച്ചും പ്രതിപക്ഷത്തെ നേരിടുന്നതിനെക്കുറിച്ചുമുള്ള അനുഭവ സമ്പത്ത് അനിവാര്യമാണ്. ഈ ശൂന്യത നികത്താനാണ് KA സെങ്കോട്ടയ്യൻ എന്ന രാഷ്ട്രീയ അതികായനെ വിജയ് കൂടെ നിർത്തിയിരിക്കുന്നത്. 9 തവണ MLA ആയിരുന്ന മുൻ AIADMK നേതാവായ ഇദ്ദേഹം 2025-ലാണ് TVKയിൽ ചേരുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും എടപ്പാടി പളനിസ്വാമിയുടെയും മന്ത്രിസഭകളിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള സെങ്കോട്ടയ്യന്റെ ഭരണ പരിചയം ഈ പുതിയ സർക്കാരിന് ഒരു വലിയ കവചമാണ്. പ്രതിപക്ഷ നിരയിലെ അതികായന്മാരെ നിയമസഭയിൽ നേരിടാനും ഭരണപരമായ നൂലാമാലകളിൽ കുരുങ്ങാതെ പദ്ധതികൾ നടപ്പിലാക്കാനും അദ്ദേഹത്തിന്റെ നീണ്ട കാലത്തെ രാഷ്ട്രീയ ജീവിതം സഹായിക്കും. വിജയുടെ നേതൃനിരയിലെ ഏറ്റവും മുതിർന്നതും പരിചയസമ്പന്നനുമായ ഈ നേതാവിന്റെ സാന്നിധ്യം പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നതിലും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പുതിയ നേതാക്കൾ വമ്പന്മാരെ അട്ടിമറിച്ച കഥകളും ഈ മന്ത്രിസഭയിലുണ്ട്. ഇതിലൊന്നാണ് ദന്ത ഡോക്ടറായിരുന്ന TK പ്രഭുവിന്റെ വിജയം. 2025-ൽ മാത്രം TVKയിൽ ചേർന്ന അദ്ദേഹം പാർട്ടിയുടെ ശിവഗംഗ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കാരൈക്കുടി മണ്ഡലത്തിൽ നിന്ന് അതിശക്തനായ കോൺഗ്രസ് സിറ്റിംഗ് MLAയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് കടന്നുവരുന്നത്. മാത്രമല്ല, തമിഴ് ദേശീയവാദം സംസാരിക്കുന്ന നാം തമിഴർ കക്ഷിയുടെ കരുത്തനായ നേതാവ് സീമാനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പരമ്പരാഗത രാഷ്ട്രീയ കോട്ടകളെ സാധാരണക്കാരായ പ്രൊഫഷണലുകളെ വെച്ച് എങ്ങനെ തകർക്കാം എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രഭുവിൻ്റെ ഈ വിജയം. താഴെത്തട്ടിലുള്ള ജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തര സമ്പർക്കമാണ് ഈ വലിയ അട്ടിമറിക്ക് കാരണമായത്. ഈ മന്ത്രിസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യമാണ് S. കീർത്തന. മന്ത്രിസഭയിലെ ഒരേയൊരു വനിതാ പ്രതിനിധിയായ ഇവർ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി കൂടിയാണ്. ശിവകാശിയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ MLA എന്ന ചരിത്ര നേട്ടവും കീർത്തനയ്ക്ക് സ്വന്തമാണ്. എന്നാൽ കേവലം ഒരു വനിതാ പ്രാതിനിധ്യം എന്നതിലുപരി വലിയൊരു പ്രൊഫഷണൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് അവർ. ഐപാക് പോലെയുള്ള രാജ്യത്തെ മുൻനിര പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സ്ഥാപനങ്ങളിൽ സ്ട്രാറ്റജിസ്റ്റായി പ്രവർത്തിച്ച പരിചയം അവർക്കുണ്ട്. DMKയുടേത് ഉൾപ്പെടെ നിരവധി പ്രധാന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ അണിയറയിൽ നിന്ന് നിശ്ചയിച്ച ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളായിരുന്നു അവർ. ഡേറ്റ അനലിസ്റ്റ്, വോട്ടർമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കൽ, എതിരാളികളുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യൽ തുടങ്ങിയ ആധുനിക തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ അതീവ വൈദഗ്ധ്യമുള്ള കീർത്തന TVKയുടെ നയരൂപീകരണങ്ങളിൽ നിർണായക ശക്തിയായി മാറും. പുരുഷാധിപത്യം നിറഞ്ഞ തമിഴ് രാഷ്ട്രീയത്തിൽ കേവലം മുദ്രാവാക്യം വിളികൾക്കപ്പുറം കൃത്യമായ കണക്കുകളുടെയും ഡേറ്റയുടെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരു പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് അവർ. ചുരുക്കത്തിൽ ദളപതി വിജയ് രൂപീകരിച്ചിരിക്കുന്ന ഈ മന്ത്രിസഭ കേവലം ഒരു കൂട്ടായ്മയല്ല, തമിഴ്നാടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായൊരു ദർശനത്തിൻ്റെ പ്രതിഫലനമാണ്. വികാരങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സംഘത്തെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത്. സിനിമയിലെ സൂപ്പർ ഹീറോ പരിവേഷം മാറ്റിവെച്ച് തികച്ചും പ്രായോഗികനായ ഒരു ഭരണാധികാരിയാകാനുള്ള വിജയുടെ ശ്രമങ്ങൾ ഈ പേരുകളിൽ വ്യക്തമാണ്. അനുഭവ സമ്പത്തും യുവത്വവും ഭരണപരിചയവും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിക്കുന്ന ഈ സംഘത്തിന് തമിഴ്നാടിൻ്റെ സങ്കീർണമായ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളെ എത്രത്തോളം വിജയകരമായി നേരിടാൻ സാധിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ജനങ്ങൾ നൽകിയ വൻപിച്ച ഭൂരിപക്ഷത്തോട് നീതി പുലർത്താനും വാഗ്ദാനം ചെയ്ത മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഈ പ്രൊഫഷണൽ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു മാതൃകയായി മാറും എന്നതിൽ സംശയമില്ല. നിലവിലെ പരമ്പരാഗത രാഷ്ട്രീയ ശൈലികൾക്ക് വലിയൊരു തിരുത്തൽ കൂടിയാകും TVKയുടെ ഈ ഭരണ പരീക്ഷണം. വരും നാളുകളിലെ ഇവരുടെ ഓരോ തീരുമാനങ്ങളും നയങ്ങളും തമിഴകത്തിന്റെ വിധി നിർണ്ണയിക്കുന്നവ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.